ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞ് വ്യൂവേഴ്സിൻ്റെ സമയം കളയുന്നില്ല. നേരെ കാര്യത്തിലേക്ക് വരാം. ആര്യവേപ്പും കുറച്ച് സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഗുണമേന്മയുള്ള സോപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മനസ്സ് വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ സോപ്പ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യമായി സോപ്പിന് ആവശ്യമായ സാധനങ്ങളൊന്ന് കാണാം. കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലകൾ, അലോവേരയുടെ ചെറിയൊരു തണ്ട്, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, കോക്കനട്ട് ഓയിൽ, പെർഫ്യൂം 250 ഗ്രാം, സോപ്പ് ബേസ്, സോപ്പ് മോൾഡ്, പിന്നെ അരിപ്പയും കുറച്ച് പാത്രങ്ങളും. ഇത്രയുമാണ്. ആര്യവേപ്പില അടർത്തിയെടുത്ത് കഴുകിയെടുത്ത് വെക്കുക. അലോവേരയുടെ തണ്ടിൻ്റെ അരികുകൾ ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറു കഷണങ്ങളാക്കി മുറിച്ചെടുത്ത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ആര്യവേപ്പിലയും അലോവേരയും മിക്സിയിൽ അരച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്കെടുത്ത് 2 ടീസ്പൂൺ ഗ്ലിസറിനും 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളുകളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അടുത്തതായി സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഉരുക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് സ്റ്റൗവിന് മുകളിൽ വെച്ച് ചൂടാക്കുക. ഇനിയും ഈ പാത്രത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രത്തിൽ സോപ്പ് ബേസ് ഇട്ട് സാവധാനം ഉരുക്കിയെടുക്കുന്ന രീതിയാണിത്. ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുവാൻ ശ്രമിക്കുക. സോപ്പ് ബേസ് നല്ലതുപോലെ ഉരുകിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. സോപ്പിന് മണം ലഭിക്കുന്നതിനു വേണ്ടി പെർഫ്യൂമും ചേർക്കാം. അവസാനമായി സോപ്പ് മോൾഡിലേക്ക് മിക്സ് ഒഴിച്ചെടുത്ത് തണുക്കുവാൻ അനുവദിക്കുക. ഏകദേശം 12 മണിക്കൂറിന് ശേഷം മോൾഡിൽ നിന്നും സോപ്പുകൾ ഇളക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.